ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്താണ്? ആമുഖം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ ആമുഖം കടമെടുക്കൊണ്ടിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നാണ്, US നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് എന്താണ്? ആമുഖമാണ്. ഭരണഘടനയുടെ താക്കോല്, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ആമുഖത്തിനെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് എന്താണ്? ആമുഖമാണ്. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ് 1947 ജനുവരി 22-നാണ്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയായിരുന്നു. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി. അപ്പോൾ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി മുഹമ്മദ്. ഇന്ത്യൻ ഭേദഗതി ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പോൾ എവിടുന്നാണ് ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്. ആമുഖത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? രൂപകൽപ്പനക്കാരുടെ ഉദ്ദേശങ്ങളും അതിൻ്റെ സൃഷ്ടിയുടെ പിന്നിലെ ചരിത്രവും. 3 എന്താണ്? രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും. 4 തത്വങ്ങളും. പിന്നെന്താണ്? ആമുഖം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നതും തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നതും രത്നം എന്നറിയപ്പെടുന്നതും നട്ടെല്ല് എന്നറിയപ്പെടുന്നതൊക്കെ എന്താണ്? ആമുഖമാണ്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവുമായി ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും സംവിധാനം ചെയ്യുന്ന പൗരന്മാർക്കാണ് സാമൂഹികവും സാമ്പത്തികവുമായ രാഷ്ട്രീയവും ആയ നീതി ഉറപ്പുവരുത്തുകയാണ്. ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. പദവിയിലും അവസരത്തിലും സമത്വവും. എന്തൊക്കെയാണ്? സമത്വം, സാഹോദര്യം. സമത്വം, സാഹോദര്യം, നീതി എന്നിവയൊക്കെയാണ് ആമുഖത്തിൻ്റെ ഉള്ളടക്കം. പരമാധികാര, സ്ഥിതി സമത്വ, സോഷ്യലിസ്റ്റ്, സാമൂഹിക, മതേതരം ഒക്കെയാണ് ആമുഖത്തിൻ്റെ ഉള്ളടക്കങ്ങൾ. സാമൂഹികം, സാമ്പത്തികം, നീതി, സ്ഥിതി സമത്വ, സാമൂഹിക, സാമ്പത്തിക ഉള്ളടക്കങ്ങളാണ് പരമാധികാരമാണ് ഇതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ